ഇതിലെ ഏത് സൈൻ അപ്പ് ബട്ടനാണ് നല്ലത്? റെഡ് ആണോ ബ്ലൂ ആണോ? ഇതിലെ ഏത് പാക്കേജിംഗ് ആണ് നിങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്? ചാറ്റ് ബോട്ടിന്റെ ലെഫ്റ്റിലുള്ള റെസ്പോൺസ് ആണോ റൈറ്റിലുള്ള റെസ്പോൺസ് ആണോ യൂസേഴ്സ് കൂടുതൽ ഇഷ്ടപ്പെടുക? ഒരു പ്രോഡക്റ്റിന്റെ രണ്ട് വേർഷൻസ് അതല്ലെങ്കിൽ ഒരു ഫീച്ചറിന്റെ രണ്ട് ഡിഫറെന്റ് സ്റ്റൈൽസിനെ കമ്പയർ ചെയ്ത് അതിലെ ഏത് വെർഷനാണ് ബെറ്റർ ആയി പെർഫോം ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് A/B ടെസ്റ്റിംഗ്. നോർമൽ ടെസ്റ്റിങ്ങും A/B ടെസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഒരു പ്രോഡക്റ്റ് റെഡി ആയി കഴിഞ്ഞാൽ അതിനെ ടെസ്റ്റ് ചെയ്ത് അതിന്റെ ഫീച്ചേഴ്സ് കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നോർമൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. എന്നാൽ ഒരു പ്രോഡക്റ്റിന്റെ രണ്ട് വെർഷൻസ് റിയൽ യൂസേഴ്സിന് കൊടുത്ത് അതിൽ ഏത് വേർഷനാണ് യൂസേഴ്സ് ബെറ്റർ പ്രിഫർ ചെയ്യുന്നത്, കൂടുതലായി യൂസ് ചെയ്യുന്നത് എന്ന് നോക്കി എന്നിട്ട് ഒരു ഡിസിഷൻ എടുക്കുന്ന മെത്തേഡാണ് A/B ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. A/B ടെസ്റ്റിംഗ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള 5 സ്റ്റെപ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. സ്റ്റെപ്പ് 1 എന്താ? ഒരു ഗോൾ ഡിഫൈൻ ചെയ്യുക. അതായത് യൂസേഴ്സിന്റെ ക്ലിക്ക് ആണോ അതോ ഡിസൈൻ ആണോ, ഏതാണ് മെഷർ ചെയ്യേണ്ടത്, അതാണ് ആദ്യം ഡിസൈഡ് ചെയ്യുന്നത്. പ്രോഡക്റ്റിന്റെ ഏതെങ്കിലും ഒരു ഫീച്ചർ എടുത്ത് ടെസ്റ്റ് ചെയ്താലേ കറക്റ്റ് ആയിട്ട് റെസ്പോൺസ് കിട്ടുള്ളൂ. അതായത് കളർ ആണോ, ആ ഡിസൈൻ ആണോ, അതോ പാക്കേജിംഗ് ആണോ, ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു എലമെന്റ് സെലക്ട് ചെയ്യുക. സ്റ്റെപ്പ് 2 ടെസ്റ്റ് ചെയ്യാനുള്ള രണ്ട് വേർഷൻസ് ക്രിയേറ്റ് ചെയ്യുക. വേർഷൻ A, വേർഷൻ B. സ്റ്റെപ്പ് 3 എന്താ? ഈ രണ്ട് വേർഷനും റാൻഡം ആയിട്ട് ഡിഫറെന്റ് യൂസേഴ്സിന് കാണിക്കുക. ഒരു വെബ്സൈറ്റിലെ ബട്ടന്റെ ഡിസൈൻ ആണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലെ എത്ര യൂസേഴ്സ് വരുന്നുണ്ട് നോക്കുക. അപ്പോൾ 500 യൂസേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ 250 യൂസേഴ്സിന് ബട്ടന്റെ ഡിസൈൻ എയും കാണിക്കുക, അടുത്ത 250 യൂസേഴ്സിനോ ബട്ടന്റെ ഡിസൈൻ ബിയും കാണിക്കുക. അതല്ല, നമ്മളിപ്പോൾ പാക്കേജിംഗ് ആണെങ്കിലോ രണ്ട് ടൈപ്പിലുള്ള പാക്കേജിങ്ങും മിക്സ് ചെയ്ത് ഡിഫറെന്റ് ഏരിയയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. സ്റ്റെപ്പ് 4 എന്താ? ഇതിന്റെ റെസ്പോൺസ് ഡാറ്റ കളക്ട് ചെയ്ത് നമ്മൾ അതിനെ അനലൈസ് ചെയ്യുക. അതായത് ഏത് ബട്ടണിലാണ് യൂസേഴ്സ് കൂടുതൽ ക്ലിക്ക് ചെയ്തത്, അതല്ലെങ്കിൽ ഏത് പാക്കേജിംഗ് ഉള്ള പ്രോഡക്റ്റ് ആണ് യൂസേഴ്സ് കൂടുതൽ വാങ്ങിക്കാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി, ഓക്കെ, യൂസേഴ്സ് ബട്ടൺ A ആണ്, ബ്ലൂ ബട്ടൺ ആണ് കൂടുതൽ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പ്രിഫർ ചെയ്യുന്നത്. സ്റ്റെപ്പ് 5 ഇതിലെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്ന വേർഷൻ പ്രൊഡക്ഷനിൽ ഇംപ്ലിമെന്റ് ചെയ്യുക. ഈ പറയുന്ന അത്ര ഈസി അല്ല A/B ടെസ്റ്റിംഗ് ഇംപ്ലിമെന്റ് ചെയ്യാൻ. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒരു എലമെന്റ് അല്ലെങ്കിൽ ഒരു ഫീച്ചർ മാത്രമേ ഒരു സമയത്ത് A/B ടെസ്റ്റിംഗിന് യൂസ് ചെയ്യാൻ പാടുള്ളൂ. എന്നാലാണ് നമുക്ക് ഈ റെസ്പോൺസിനെ കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ട്, നമുക്ക് ആവശ്യമുള്ള അത്രയും ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ നിന്നൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. ഉദാഹരണമായിട്ട് നമ്മൾ ഇന്റർനാഷണൽ ആയിട്ട് ഡിസൈൻ ചെയ്ത ഒരു വെബ്സൈറ്റ് ഇപ്പൊ കേരളത്തിലുള്ള ആൾക്കാർ മാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്ത് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇനഫ് ഡാറ്റ കിട്ടുന്നവരെ നമ്മൾ ഈ ടെസ്റ്റ് റൺ ചെയ്യണം. അടുത്ത കാര്യം, നമുക്ക് ആവശ്യമുള്ള മെട്രിക്കിനെ നമ്മൾ കളക്ട് ചെയ്യണം. അതായത് ക്ലിക്ക് ആണോ, പർച്ചേസ് ആണോ, റേറ്റിംഗ് ആണോ, എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഡാറ്റയെ കളക്ട് ചെയ്ത് അതിനെ ബേസ് ചെയ്ത് ഡാറ്റയെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ഡിസിഷൻ എടുക്കാൻ. അല്ലാതെ നമ്മളൊരു ഗസ് ചെയ്തിട്ടുള്ള ഡിസിഷൻ അല്ല നമ്മൾ എടുക്കേണ്ടത്. അവസാനമായി നമുക്ക് ഈ ടെസ്റ്റ് നടത്തുമ്പോൾ എല്ലാ ടൈപ്പിലുള്ള യൂസേഴ്സിനെയും നമ്മൾ ടെസ്റ്റ് ചെയ്യണം. അല്ലാതെ നമ്മുടെ വെബ്സൈറ്റ് ആണെങ്കിൽ വെബ്സൈറ്റിലുള്ള ഒരു ടൈപ്പ് യൂസേഴ്സിനെ മാത്രം വെച്ച് നമ്മൾ ഈ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ബയാസ്ഡ് ആയിരിക്കും.